സ്വഭാവവും സ്വഭാവദൂഷ്യവുമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ പോലീസ് സേനയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പൊന്നാനി മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊന്നാനിയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. അനുമതി വാങ്ങി പ്രകടനം നടത്തുന്ന പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെ വ്യാജ കേസെടുക്കുകയും ഗതാഗത തടസ്സം സൃഷ്ടിച്ച് പ്രകടനം നടത്തുന്ന ഭരണകക്ഷികൾക്കെതിരെ കേസെടുക്കാതിരിക്കുകയും ചെയ്യുന്ന പൊന്നാനി പോലീസിന്റെ നടപടിയെപ്പറ്റിയും പോലീസ് ഉദ്യോഗസ്ഥരും പോലീസുമായി അവിഹിത ബന്ധമുള്ള ഏജന്റുമാരും തമ്മിലുള്ള വഴിവിട്ട ബന്ധങ്ങളെപ്പറ്റിയും ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പൊന്നാനിയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തിയത്. മണ്ഡലം പ്രസിഡന്റ് കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഉണ്ണികൃഷ്ണൻ പൊന്നാനി, എ പവിത്രകുമാർ, എം അബ്ദുൽ ലത്തീഫ്, കെ വി സുജീർ, അലി കാസിം, അഫ്സദ് നേതല്ലൂർ, സി ജാഫർ, പി ഗഫൂർ, കെ പി സോമൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പ്രകടനത്തിന് എം മൊയ്തീൻ, റഫീഖ് പൊന്നാനി, എം അമ്മുക്കുട്ടി, റാഷിദ്, എസ് മുസ്തഫ എന്നിവർ നേതൃത്വം നൽകി. RSSുമായി അഭിഷിദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി SNC ഉൾപ്പെടെയുള്ള പല കേസുകളും അട്ടിമറിക്കാൻ പരിശ്രമിക്കുന്നു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ആരോപണം ഉന്നയിച്ചു വരുന്ന സമയത്ത്, അതുപോലെ തന്നെ മതന്യൂനപക്ഷത്തിൽപ്പെട്ട പല ചെറുപ്പക്കാരുടെ പേരിലും മലപ്പുറം ജില്ലാ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ബോധപൂർവമായി ചില കേസുകൾ മലപ്പുറം ജില്ലയിലെ പാവപ്പെട്ട മതന്യൂനപക്ഷക്കാർ ഉൾപ്പെടെയുള്ള ആളുകളെ തീവ്രവാദികളാക്കാൻ വേണ്ടിയുള്ള കേസുകൾ എടുത്തിരിക്കുന്നു എന്ന കാര്യം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളെ ശരിവെക്കുന്ന തരത്തിലാണ് മലപ്പുറം ജില്ലയിലെ പോലീസിന്റെ പ്രവർത്തനമെന്നും അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായി തീവണ്ടി അക്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും PV അൻവർ വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ നടന്ന പല കേസുകളിലും പിടിക്കപ്പെട്ട സംഘപരിവാറുമായി ബന്ധമുള്ള ആളുകളെല്ലാവരും ഭ്രാന്തന്മാരായിരുന്നു, മാനസിക രോഗികളായിരുന്നു എന്നും കൊടുങ്ങല്ലൂർ വെച്ച് അറസ്റ്റ് ചെയ്ത കൊടുങ്ങല്ലൂർ ക്ഷേത്രം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കലാപമുണ്ടാക്കാൻ പരിശ്രമിച്ച ആളുകളും മാനസിക രോഗികളായിരുന്നു എന്ന് പറയുമ്പോൾ, പോത്തനൂരിലെ ക്ഷേത്ര പരിസരത്ത് അമ്പലത്തിന്റെ പരിസരത്ത് മാംസാവശിഷ്ടം കൊണ്ടുപോയി പിടിക്കപ്പെട്ട പ്രതികൾക്ക് മാനസിക രോഗമാണ് എന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെ താനൂരിൽ വെച്ച് ട്രെയിനിന് കല്ലെടുത്ത ആളുകൾ പിടിച്ചു അവർക്ക് മാനസിക രോഗമാണെന്ന് പറയുമ്പോൾ, പിടിക്കപ്പെടുന്ന പ്രതികൾക്ക് മുഴുവൻ അവർ സംഘപരിവാർ പ്രസ്ഥാനത്തിൽ പെട്ടവരാണെങ്കിൽ മാനസിക രോഗികളാണെന്ന് പറയുമ്പോൾ തീർച്ചയായും പല ആളുകൾക്കും സംശയമുണ്ടായിരുന്നു. എന്നാൽ ഭരണപക്ഷത്തുള്ള ഒരു MLA ശ്രീ PV അൻവർ എന്ന് പറയുന്ന MLA പറയുന്നു, ഇവിടെ നടന്ന പല കേസുകളും അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണകൂടത്തിന് പങ്കുണ്ട് എന്ന തരത്തിലാണ് ശ്രീ അൻവറിന്റെ പ്രഖ്യാപനങ്ങൾ പുറത്തു വരുന്നത്. PGTV ന്യൂസ് പൊന്നാനി. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.